എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ പാലക്കാട് മലമ്പുഴയ്ക്ക് അടുത്തുള്ള തെക്കേ മലമ്പുഴ എന്ന് പറഞ്ഞ ഒരു അടിപൊളി സ്പോട്ടിലാണ്. അധികം ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു അടിപൊളി അന്യായമായ സ്ഥലം. അപ്പോൾ നമുക്കിന്ന് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി സംഭവം അവിടെ ഉള്ളത് എന്ന്. ഞാൻ അവിടെ എത്തിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് വരും. സർപ്രൈസ് ചെയ്യുന്നില്ല, വീഡിയോയിൽ നമുക്ക് കാണാം. എൻ്റെ യാത്ര തുടങ്ങുന്നത് തന്നെ നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ആ മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ, അത് കാണിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്നാണ് എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ തെക്കേ മലമ്പുഴയ്ക്കാണ് പോകുന്നത്. അപ്പോൾ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവും അവിടേക്ക് എങ്ങനെയാണ് പോവുകയെന്ന്. അപ്പോൾ നമ്മൾ മലമ്പുഴ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡ് എടുത്ത് നമ്മൾ നേരെ പോവുക. അപ്പോൾ നേരെ പോകുമ്പോൾ ഇങ്ങനൊരു ജംഗ്ഷൻ കാണാം, വൈ ജംഗ്ഷൻ. ഇവിടുന്ന് നമ്മൾ വീണ്ടും ലെഫ്റ്റ് തിരിയുക. ഈ റോഡ് നമ്മൾ നേരെ പോയാൽ മതി. അപ്പോഴാണ് നിങ്ങൾ ഈ കാണുന്ന തെക്കേ മലമ്പുഴ എന്ന് പറഞ്ഞ അടിപൊളിയായിട്ടുള്ള ഈ സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പം ഞാൻ പോയതൊരു മോർണിംഗ് ടൈമിലാണ്, നല്ല നേരത്തെ ഞാൻ പോയത്. ഇപ്പം എനിക്കൊരു 7 മണി 7 ആ ടൈമാണ്. ആ ടൈമിലാണ് ഞാനിപ്പോൾ അവിടേക്ക് എത്തിയത്. കാരണം നമുക്ക് തിരക്ക് കുറയ്ക്കാനും പറ്റും, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കാനും പറ്റും. അതുകൊണ്ടാണ് ഈ ടൈം ഞാൻ ചൂസ് ചെയ്യുന്നത്. ഈ ടൈം അല്ലെങ്കിൽ ഈവനിങ് അങ്ങനെയാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾക്ക് മോർണിംഗ് ആണ് നല്ലത്. നല്ല സൂര്യനെയും കാണാൻ പറ്റും, അത്ര ചൂടും ഉണ്ടാവില്ല. അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് എത്തിയ ഉടനെ, അപ്പം നമ്മൾ പോണ വഴിയാട്ടോ തെക്കേ മലമ്പുഴയ്ക്ക്. ഈ ഒരു വ്യൂ ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ വണ്ടി നിർത്തിപ്പോയി ഇത് കണ്ടപ്പോൾ തന്നെ. അത്രയ്ക്ക് ഗംഭീരമായൊരു വ്യൂ. കാരണം പ്രകൃതിയുടെ എന്തൊക്കെ ഒരു വരദാനമായ സ്ഥലങ്ങൾ നമുക്ക് പറയാം. അങ്ങനത്തെ സംഭവം തന്നെയായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഞാൻ അവിടെ നിന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് സെൽഫിയൊക്കെ എടുത്തു. കാരണം ഇതൊക്കെ ഒരു ഓർമ്മയാണ്. എപ്പോൾ വേണമെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണൊക്കെ നോക്കുമ്പോൾ ഒരു ഓർമ്മയല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഇറങ്ങി. കാരണം ഇനിയും നമ്മളെ കാണാൻ കുതിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഇനിയും തെക്കേ മലമ്പുഴയുണ്ട്. കാരണം ഇതൊക്കെ അറ്റം വരെ നമുക്ക് പോകാൻ പറ്റും, ഈ റോഡിൻ്റെ അവസാനം വരെ. അപ്പോൾ അവിടേക്കുള്ള യാത്രയാണ്. നിങ്ങൾ ഡാമിൻ്റെ ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും, റിസർവോയറിൻ്റെ നിങ്ങൾ വ്യൂ കാണുന്നുണ്ടാവും. ഇത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഫോണിൽ കാണുന്ന പോലെ അല്ല. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് കണ്ടിട്ട്. കാരണം ഞാൻ ഒരു തവണ അവിടെ വന്നിട്ടുള്ളതാണ്. ഒരു ഈവനിങ് ടൈം തന്നെയായിരുന്നു, നല്ല തിരക്കൊക്കെ ആയിരുന്നു. പക്ഷേ ഈ മോർണിംഗ് ടൈമിലാകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാണ് പ്രകൃതിക്ക്. കാരണം തിരക്കും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമായതുകൊണ്ട് തന്നെ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൽ തന്നെ വന്നത്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം കണ്ടാലാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. നിങ്ങളെങ്ങനെ ഞെട്ടുന്നോ എങ്ങെടുക്കുന്നോ അറിയില്ല. ഞാൻ എന്തായാലും ഞെട്ടിപ്പോയിരുന്നു. കാരണം അത് കണ്ടപ്പോൾ തന്നെ ആ വ്യൂവും ആ ഒരു ഇതും. കുറച്ച് ദൂരം പോവാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് ഫസ്റ്റ് അവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോഴാണ് എത്തുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് വണ്ടി ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തു. ഒരു ചായക്കട കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ചായ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ചായക്കടയുടെ തൊട്ട് ബാക്കിൽ നിങ്ങൾ കണ്ടു വ്യൂ. എന്തെന്ന് പറയുക, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് രസമാണ് അത്. അവിടെ വന്ന് നമ്മളിങ്ങനെ കാണണം. ഈ ടൈം നോക്കിയിട്ട് വരണ്ട. നമ്മൾ ടൈം ഏറ്റവും ഒരു ഇതാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ടൈം ഏത് ടൈമിലാണ് വരേണ്ടത് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നതനുസരിച്ചിരിക്കും അവിടുത്തെ വ്യൂ. അത്രയ്ക്ക് രസം അത്. എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് റിസർവോറിൻ്റെ ചെറിയൊരു വീഡിയോ നല്ല ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അന്യായ വ്യൂ കേട്ടോ. പിന്നെ ഒന്നും നിങ്ങൾ കണ്ടില്ലേ, തിരക്കില്ല, കുറവ് നല്ല തിരക്കേ ഇല്ല. നമുക്ക് എത്ര വേണമെങ്കിലും നടക്കുക, ഫോട്ടോസ് എടുക്കുക, എന്തും ചെയ്യാം. കാരണം ഇതൊക്കെ ഒരു നാച്ചുറൽ ബ്യൂട്ടി അല്ലേ. നമ്മുടെ മലമ്പുഴയ്ക്ക് വരുമ്പോൾ എല്ലാ ആളുകളും പാലക്കാട് മലമ്പുഴയൊക്കെ വരുമ്പോൾ മലമ്പുഴ കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ പോകാറുള്ളത്. കാരണം മലമ്പുഴ ഡാം എന്നൊരു കാര്യം മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവാറുള്ളൂ. പക്ഷേ അല്ല കേട്ടോ, പൊന്നു മക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമോ എനിക്കറിയില്ല. നല്ല കാറ്റുണ്ട്. ഇവിടെ കണ്ടില്ലേ ബാക്കിലൊക്കെ. അപ്പോൾ ഇതാണ് തെക്കേ മലമ്പുഴ. തൊട്ടിപ്പുറത്ത് മലയും തൊട്ടിപ്പുറത്ത് വഴിയും. കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട്. നമ്മൾ കഴിവതും ഇവിടെ വരാൻ നോക്കേണ്ടത് ഒരു മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്. മോർണിംഗ് ടൈം ഒന്നും കൂടി ഞാൻ ബെസ്റ്റ് പറയുന്നത് കേട്ടോ. കാരണം എന്ത് രസമുണ്ടോ, അടിപൊളി. തൊട്ട് മുകളിൽ മലകളും മൊത്തമായിട്ട്. ഞാൻ രാവിലെ ഇറങ്ങിയതാണ്. ഞാൻ വിചാരിച്ചു നല്ല ആളുകളൊക്കെ ഉണ്ടാവും ഇവിടെയാണ്. ആളുകളുണ്ട് അത്യാവശ്യം. കാരണം എന്താ പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് രസം, സൂപ്പറായിട്ടുണ്ട്. അപ്പം മലമ്പുഴ ഡാമെന്ന് മാത്രം, അവിടേക്ക് മാത്രം വരരുത്. നിങ്ങൾ വരേണ്ട ഒരു സ്ഥലം കൂടിയാണത് തെക്കേ മലമ്പുഴ. കവ പറഞ്ഞ വേറെ ഉണ്ട്, തെക്കേ മലമ്പുഴ.
അടിപൊളിയാ, ഒരു ഫോറസ്റ്റ്. സത്യം പറഞ്ഞ വണ്ടി ഞാൻ കുറച്ച് തൊട്ട് ബാക്കിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ഒറ്റയ്ക്കാണ്, അപ്പോൾ അതുകൊണ്ട് ക്യാമറ പിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റിൽ കൂടെ നടന്നു പോവുകയാണ്. തൊട്ട് കണ്ട ഈ സൈഡിലൊക്കെ വള്ളികളൊക്കെ ഒരു ഫോറസ്റ്റ് തന്നെ, ഒരു ഫോറസ്റ്റിൽ കൂടെ നടന്നു പോകുന്നു. കുറേ മലകൾ. ഇപ്പം ഞാൻ മാത്രം തന്നെയുള്ളൂ ഇവിടെ. ഇടയ്ക്ക് ചില വണ്ടികൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് നേരെ ലാസ്റ്റിൽ നല്ല നല്ല സ്ഥലങ്ങളുണ്ടാവും എന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും മലമ്പുഴ ഡാമിൽ വന്നിട്ട് ഞാൻ ഇവിടേക്ക് വന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഇതായിരുന്നു. എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു എന്താണ് ഇവിടെയെന്ന്. എന്നാലും സത്യമായിട്ടും സമ്മതിച്ചിരിക്കുന്നുണ്ടാ. ഞാൻ നിങ്ങൾ വഴി കാണിച്ചു തരാം, പോകുന്ന വഴിയെ കാണിച്ചു തരാം. ആണ് ഞാൻ പോണ വഴി. തൊട്ടിപ്പുറത്തും ഇപ്പുറത്തും നോക്കൂ. മോർണിംഗ് ആയത് കൊണ്ടാട്ടെ ഇത്രയ്ക്ക് നല്ലൊരു ശാന്ത അന്തരീക്ഷം. ഭയങ്കര രസമാണേ. ഇവിടെയൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. എന്താ പറയുക, കുറേ കല്ലും ഇതൊക്കെ ഉണ്ട്, കണ്ടോ, അടിപൊളിയാണ്. വണ്ടികൾ വരുന്നുണ്ട് ഇവിടേക്ക്, പക്ഷെ അധിക ജനവാസം ഇവിടെ ഇല്ലാത്ത കാരണം തന്നെ കുഴപ്പമില്ല. ഇതൊരു വണ്ടിക്കാരൻ പോകുന്നുണ്ട്. ഈ കാണുന്നത് കണ്ടില്ലേ, ഇത് കൂടെയൊക്കെ മഴക്കാലത്ത് തൊട്ട് മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്ന കേട്ടോ. കാരണം മഴക്കാലത്ത് നല്ല അടിപൊളി സ്പോട്ടാണ്. ഇത് കൂടെ ഇങ്ങനെ വരും വെള്ളമൊക്കെ, ഭയങ്കര രസമായിരിക്കും. ഇനിയിപ്പോൾ മഴക്കാലം അല്ലല്ലോ, ഇപ്പോൾ വേനൽക്കാലത്താണ് ഞാൻ വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ്. എന്നിട്ടും ഇത്രയ്ക്കും ഭംഗിയാണ്. പിന്നെ ഈ റിസർവോറിൻ്റെ അവിടേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ ഇവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടേക്കൊന്നും ഇറങ്ങാതിരിക്കുക. തൊട്ട് മുകളിലൊക്കെ ഉണ്ട്, കുന്നാണ്, ഫുള്ള് മലകളാണ്, പാറക്കെട്ടുകൾ. ഇവിടെ ഒരു മലയുണ്ട് കേട്ടോ. കാരണം നമ്മൾ മഴക്കാലത്ത് വരുമ്പോൾ എല്ലാ ഈ മലയുടെ മുകളിൽ നിന്നും വെള്ളം ഇങ്ങനെ തെളിനീരായിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങും. ദാ ഈ മല കണ്ടോ, മല അതിൻ്റെ മുകളിൽ കുറേ മരങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ. ബാക്കി ഇവിടെ ഒരു വീട് അങ്ങനെയൊക്കെ ലാസ്റ്റാണ് തോന്നുന്നു. ഇപ്പം ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ. കണ്ട മക്കളെ, ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെ കേട്ടോ. നല്ല കാറ്റാണ്, അതുകൊണ്ട് ഈ ഇലകളുടെ ആട്ടവും ഇതൊക്കെ നമുക്കൊരു നല്ലൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനൊക്കെ നന്നായി യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ അവിടെ. അത്രയ്ക്ക് രസമാണ്. പിന്നെ ഒറ്റയ്ക്കായ കാരണം എൻ്റെ ഫോട്ടോസ് ആരും എടുക്കാനില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് 2-3 സെൽഫിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിഗംഭീരം തന്നെ. തിരിച്ച് നടക്കുകയാണ്, കാരണം ഞാൻ വണ്ടി വെച്ചത് അങ്ങ് ദൂരം അവിടെയാണ്, ഒരു കടയുടെ മുന്നിലോട്ട് വെച്ചിട്ടുള്ളത്. നല്ല ദൂരമുണ്ട്. അപ്പോൾ വണ്ടി എടുത്ത് വന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് എത്ര ദൂരം വരെ അത് പോകും, എത്ര ദൂരം സീനറി ഉണ്ട് നമുക്ക് നോക്കാം. അല്ല വണ്ടി അവിടെ വെച്ചിട്ട് നടക്കുക പറഞ്ഞാൽ അതൊരു മണ്ടത്ര ഞാൻ ചെയ്ത്. ദൂരം നടന്നു കേട്ടോ, ഞാൻ നല്ല ദൂരം നടന്നിരിക്കുന്നത്, എത്തുന്നില്ല. ഇപ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് കിതയ്ക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഈ കാറ്റുള്ള കാരണം കൊണ്ട് ചെറിയൊരു സുഖമുണ്ട്. രാവിലെയൊക്കെ റൈഡ് പോകാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ലൊരു സ്പോട്ടാണ് അത്. തൊട്ടിപ്പുറത്ത് മലയും തൊട്ടപ്പുറത്തൊരു പുഴ എന്തെങ്കിലും അടിപൊളി സ്പോട്ടാണ്. ഇവിടെ ഉള്ളവർക്കൊരു സർപ്രൈസ് ഒന്നും ആവില്ലെങ്കിൽ ഇതൊരു ഭയങ്കര സംഭവമാണ്. അധികം ആൾക്കാരോ വണ്ടികളൊന്നുമില്ല രാവിലെ, നല്ല രസമാണ്. അപ്പം ഞാനത് കുറച്ചും കൂടി നേരെ ഒന്ന് പോയി നോക്കണം, ഇനി വല്ലതും കാണാൻ പറ്റുമോ. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലേ, അടിപൊളി. നിങ്ങൾക്ക് ക്യാമറയിൽ എങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു രക്ഷയില്ല.
ഇപ്പം രണ്ട് സൈഡിലും മലകളായിട്ടാണ്. മറ്റേ നമ്മുടെ റിസർവോയർ ഇപ്പോൾ കാണാനില്ല. ഇപ്പം രണ്ട് സൈഡിലും മലകൾ, സെൻറ്ററിൽ കൂടെ ഒരു ഡയറക്റ്റ് റോഡ് കൂടെ പോകുമ്പോൾ തന്നെ എന്താ രസം. പിന്നെ നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ ചെറിയ ആ ഒരു ഇതും ചൂടും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ഇവിടുത്തെ ഈ മരമൊക്കെ നല്ല ഹൈലൈറ്റ് കേട്ടോ, നല്ല വെള്ള. എന്താ മരം എന്ന് എനിക്കറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. കുറേ ആയി ഞാൻ പോകുന്നു. ഇവിടെ ഒന്നും കേട്ടോ, പെട്രോളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം തോന്നും കേട്ടോ. കാരണം ഇവിടെ പമ്പൊന്നും ഉണ്ടാവില്ല, കാരണം എൻ്റെ പെട്രോൾ ഞാൻ തുടങ്ങി. റിസർവർ വീണ്ടും എത്തിയിട്ടുണ്ടല്ലോ. ഈ മലയൊക്കെ ഭയങ്കര ഹൈലൈറ്റാണ് ഈ മല. അത് പിന്നെ കാറ്റുള്ള കാരണം ചിലപ്പോൾ വോയിസിലുള്ള ട്രബിൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. എൻ്റെ പൊന്നു, ഇതാ വീണ്ടും ഒരു അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ. ഫുള്ള് വ്യൂ തന്നെ. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, കാരണം ഈ മഴക്കാലത്ത് ഈ കുന്നൊക്കെ ഇല്ലേ, ഞാനൊരു തവണ വന്നിട്ടുള്ള ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ വെള്ളം വന്നു വരും. ഈ മല ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ വെള്ളം വരും കേട്ടോ. ഞാൻ ആദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ മലയില്ലേ, ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെള്ളം നേരെ ഇത് കൂടെ താഴ്ത്തി കിടക്കും. എന്നിട്ട് ഇത് കൂടെ ഇങ്ങനെ ഒഴുകിപ്പോവും. മഴക്കാലത്താകുമ്പോൾ വേറൊരു സുഖം, ചൂടല്ല ഇപ്പോൾ കുറച്ച് ചൂടുകാലത്താകുമ്പോൾ വേറൊരു ഇത്. കാരണം വൈബിനൊന്നും യാതൊരു കുറവുമില്ല. തൊട്ട് ബാക്കുണ്ട് റിസർവയർ. ഇപ്പോൾ ഡാം തുറന്നിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല, കുറച്ച് വെള്ളം അധികം ഉണ്ട് കേട്ടോ. ഞാൻ ഓരോ സ്പോട്ട് കാണുമ്പോഴും നിർത്തിക്കൊണ്ടിരിക്കുകയാണ്, കാരണം അത്രയ്ക്ക് രസം കേട്ടോ, നല്ല രസമാണ്. നമ്മുടെ വണ്ടി ഇതായിരിക്കുന്നത്. വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ 1-2 പേരൊക്കെ ആയിട്ട് വരിക, എന്നാൽ അടിപൊളിയായിട്ട് നല്ല ഫോട്ടോസ് എടുക്കാൻ അറിയുന്ന ആളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു കിട്ടും മുമ്പിൽ. നല്ല രസമാണ് ഒന്നൊക്കെ. ഈ മലയുടെ മുകളിൽ നിങ്ങൾ കണ്ടത്, ഈ മലയുടെ മുകളിൽ വേറൊരു മലയാണ് അല്ലേ. എന്തായാലും ഒന്നും കൂടി ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കാം, കാരണം ഒരു രക്ഷയില്ല. ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം ലാസ്റ്റ് വരെ. എന്താണ് അവസാനം, എന്താ എവിടെ എത്തുക നമുക്ക് നോക്കാം. ഒന്ന് ഓടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടിട്ടുണ്ട്, കാണിച്ചു. നല്ലൊരു സ്പോട്ടാണ്. നമ്മളവിടേക്ക് ഒന്ന് വണ്ടി ഒന്ന് സൈഡിൽ നിർത്തിയിട്ടൊന്ന് അങ്ങോട്ടൊന്ന് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എന്നാൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഒറ്റ മിനിറ്റ് ആണ് മക്കളെ ഞാൻ പറഞ്ഞത്. എന്തൊരു രസം നോക്കി. ഈ അടിപൊളിയല്ലേ. തൊട്ട് സൈഡിൽ മൊത്തം മലയും ഒരൊറ്റ മരം. അതിങ്ങനെ റിസർവോയറിന് മുന്നിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര രസം കേട്ടോ. തൊട്ടിപ്പുറത്ത് സൂര്യപ്രകാശം, സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നു. അടിപൊളിയല്ലേ. അപ്പം ഞാനിങ്ങനെ ഇത് കൂടെ പോകുമ്പോൾ, അതായത് ഇതിലൂടെ പോകുമ്പോൾ നമ്മൾ എന്തായാലും ഒരു സ്ഥലത്ത്, പുതിയൊരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് നോക്കുമല്ലോ. അപ്പം കണ്ടൊരു സംഭവം കേട്ടത്. എങ്ങനെയുണ്ട്? ഇനി നോക്കട്ടെ, ഇനി എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. ഇത് കണ്ടിട്ടെങ്കിലും, വീഡിയോ കണ്ടിട്ടെങ്കിലും ആരും വരാതിരിക്കരുത്. ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, നല്ല സ്പോട്ട് തന്നെ കേട്ടത്, ഒരു രക്ഷയില്ല. നല്ല കാറ്റും, രാവിലത്തെ കാറ്റും ചൂട് വെയിലും, അടിപൊളി. മല കണ്ടിട്ടോ. മല കയറിയിട്ടേ നമുക്ക് അങ്ങോട്ട് പോകാം. മല എന്ന് പറഞ്ഞാൽ വലിയ മലയല്ല, ചെറിയൊരു കുന്നാണ്. അപ്പോൾ തൊട്ട് താഴെ ഞാൻ വണ്ടി നിർത്തിയുള്ളതാ. ഇതിൻ്റെ മുകളിലൂടെ പോയിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടേ. അയ്യോ, ഇതിന് മുകളിൽ കയറിയിട്ടൊരു അടിപൊളി വ്യൂ കേട്ടത്. കണ്ടാ, ഒരു ചെറിയൊരു മല കേട്ടോ. റോഡിൽ നിന്ന് ഇത്ര ഒരു ഹൈറ്റ്. ഇതാണ് മല. തൊട്ടിപ്പുറത്ത് പിന്നെ ഇതിൻ്റെ മുകളിലൊന്നും പിടിച്ച് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. നമുക്ക് ഞാൻ ആ സൈഡൊക്കെ നോക്കാം. വീണ്ടും നമുക്ക് വണ്ടിയിലൊന്ന് കയറാം. പതുക്കെ പോയി നോക്കട്ടെ എന്തെല്ലാം കാര്യങ്ങളാണ് കാണാൻ കിടക്കുന്നതെന്ന്. അവിടെ എന്തോ നല്ലൊരു അടിപൊളി സ്പോട്ടുണ്ട് തോന്നുന്നു കേട്ടോ. നോക്കട്ടെ. 2 കിലോമീറ്ററൊക്കെ ഓടിച്ചതിന് ശേഷം എനിക്കിങ്ങനെ ഒരു പാലം കിട്ടിട്ടോ. ഇത് റിസർവോയറിൻ്റെ ഉള്ളിലാണ്. ഒരു ചെറിയൊരു പാലാണെന്ന് എനിക്ക് തോന്നുന്നത്. റിസർവോയർ എന്താണെന്ന് അറിയില്ല. എനിക്കൊരു ഡാമാണോ പാലാണോ കറക്റ്റായിട്ട് നിങ്ങൾ പറയുക എന്താണ്. കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ദൂരത്തുനിന്ന് കണ്ടപ്പം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വെള്ളം പിടിച്ച് നിർത്തിയിട്ട് ഇതാക്കാനുള്ളതായിരിക്കും. ഇപ്പം എന്താണെന്ന് അറിയില്ല, റിസർവോയർ ചെറിയൊരു വരൾച്ച അനുഭവപ്പെട്ട പോലെയൊക്കെ തോന്നുന്നുണ്ട്.
അയ്യോ എന്തായാലും രസം. ഞാൻ എന്തുകൊണ്ടാണ് പാലാന്ന് പറഞ്ഞത് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിതിപ്പോൾ അടുത്തേക്ക് എത്തിയിട്ട് എനിക്ക് തോന്നുന്നത് വെള്ളം പറഞ്ഞിടാനുള്ള സംഭവം തോന്നുന്നു. നോക്കാം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഇതിന് മുകളിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് പാലാണോ അല്ലയോ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു വെള്ളം കടത്തി വിടാനുള്ള സംഭവമായിരിക്കും അല്ലേ. ഇതിൽ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. എന്തായാലും അടിപൊളിയല്ലേ, സിംഗർ അടിപൊളിയല്ലേ. കവ പറഞ്ഞ വേറൊന്നും കൂടിയുണ്ട് മലമ്പുഴയുടെ, ഏറ്റവും അടിപൊളി അത്. നമുക്കിത് അവിടേക്ക് പോകാം. ചിലപ്പോൾ ഞാൻ 2 വീഡിയോ ആയിട്ടാണ് ഇടുന്നുണ്ടാവും കേട്ടോ. കാരണം ലെങ്ത് കൂടിക്കഴിഞ്ഞാലേ അത് നിങ്ങൾക്കും ഒരു ബോറിംഗ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കവ ഐലൻഡിലേക്ക് എങ്ങനെ പോകാൻ നോക്കട്ടെ. ആ റോഡൊന്ന് മനസ്സിലാക്കി വെക്കാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതെന്തായാലും രണ്ടും കൂടി ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ ഈ മലമ്പുഴയുടെ, നമ്മുടെ തെക്കേ മലമ്പുഴയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ, അതായത് ഞാൻ പറഞ്ഞല്ലോ കവടെ, ആ വീഡിയോ നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.